ഹരിമാർ സർ നമസ്കാരം. നമസ്തേ. ലോകരാജാവായിട്ട് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപിന് വലിയ പരിഭ്രാന്തി ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇപ്പം ഇലോൺ മസ്കും അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടാണ്, രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇലോൺ മസ്ക് മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിൽ ട്രംപിന് തിരിച്ചടികളുടെ ദിനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു? ശരിക്കും പറഞ്ഞാല് ഈ കഴിഞ്ഞ രാത്രി ട്രംപിനൊരു കാളരാത്രിയായി. ഇന്നലെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, ഡോജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ ഇലോൺ മസ്ക്, നമ്മൾ ആലോചിക്കേണ്ടത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ഡോണർ ആയിരുന്നു ഇലോൺ മസ്ക്. ആ ഇലോൺ മസ്ക് ഇന്നലെ രാജി സമർപ്പിച്ചു. അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇന്നലെ മൻഹട്ടനിലെ ഒരു ഫെഡറൽ കോടതി ട്രംപ് ഈ അടുത്ത കാലത്ത് ഏർപ്പെടുത്തിയ മുഴുവൻ ട്രേഡ് താരിഫുകളും, അതായത് ഇറക്കുമതി ചുങ്കം, അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രവൃത്തിയായിട്ടും അങ്ങനെ ചെയ്യാൻ അമേരിക്കൻ കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ എന്ന്. അതിനാൽ തന്നെ ട്രംപ് ചുമത്തിയ ബഹുഭൂരിപക്ഷം വസ്തുക്കളിലുമുള്ള നികുതികൾ മൻഹാട്ടൻ കോടതി മരവിപ്പിച്ചു, സ്റ്റേ ചെയ്തു. ഉടൻ തന്നെ ട്രംപ് ഗവൺമെന്റ്, അമേരിക്കൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത്, ഇന്നലെ ഒരു ഫെഡറൽ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. അപ്പോ ഇത് രണ്ടും ശരിക്കും ട്രംപിനെ നിരായുധനാക്കിയിരിക്കുകയാണ്. ഇപ്പം 78 വയസ്സും 11 മാസവും 16 ദിവസവുമാണ് ട്രംപിന്റെ പ്രായം. അതായത് 79ാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് കുത്തുന്ന ട്രംപ്, അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശുക്രദശ കഴിഞ്ഞിട്ട് ശനിദശ തുടങ്ങിയിരിക്കുകയാണ്. അത് കുറച്ചുനാളായി ശനിദശ തുടങ്ങിയിട്ട്. അതായത് ഈ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ട്രംപിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയൊരു വില ലോക നേതാക്കന്മാരാരും കൊടുക്കുന്നില്ല. നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ, വെറും 4-5 ദിവസം നീണ്ടു നിന്ന ആ യുദ്ധം, വെടിനിർത്തൽ ഉണ്ടായപ്പോൾ അതും നമ്മളാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ട്രംപ് നേരെ അപ്പോൾ തന്നെ ചാടി വീണു. അത് ഞാൻ പറഞ്ഞിട്ടാണ് വെടിനിർത്തിയതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യ ആദ്യം മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ച് ഏതാണ്ട് ഒരു 2.5 മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി വിക്രം മിസ്രി ഇതിൽ US മീഡിയേറ്റർ, മധ്യസ്ഥ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറും പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ആ വീഡിയോയിൽ ശശി തരൂർ പറഞ്ഞതാണ്, അത് ഇപ്പൊ പറഞ്ഞതല്ല. ശശി തരൂര് ഒരു 4-5 മാസം മുമ്പ് ട്രംപ് അധികാരത്തിൽ പ്രവേശിക്കുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്ന ആ വേദിയിൽ വെച്ചിട്ടാണ് ശശി തരൂർ ട്രംപിനെ വിലയിരുത്തത്. ശശി തരൂർ പറഞ്ഞത്, എനിക്ക് 4 US പ്രസിഡന്റുമാരുമായി അടുത്ത് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അതായത് ജോർജ് ബുഷ് സീനിയർ, അച്ഛനും മകനുമായിട്ട്, അതുപോലെ ക്ലിന്റനുമായിട്ട്, പിന്നെ ഒരു പരിധിവരെ ഞാൻ ഒബാമയുമായിട്ടും അടുത്തിടപഴകിയിട്ടുണ്ട്. അപ്പോ ഇവരെയൊക്കെ അപേക്ഷിച്ച് വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വളരെ താഴ്ന്ന നിലവാരമുള്ള ഒരു നേതാവായിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ ഞാൻ കാണുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്ര തലവന് വേണ്ട, ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉന്നതനായ വ്യക്തിക്ക് വേണ്ട ഒരു ഗൗരവമോ അന്തസ്സോ, അതുപോലെ ബുദ്ധിപരമായ ഒരു ക്ഷമതയോ, അതുമല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധമോ പ്രായോഗിക ബുദ്ധിയോ ഒന്നുമില്ലാത്ത ഒരു നേതാവാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ശശി തരൂർ പറഞ്ഞത്. അത് അന്ന് അധികം പേര് ശ്രദ്ധിച്ചില്ലെങ്കിലും ഇപ്പോൾ ഈ ട്രംപിന് ഈ ലോകത്ത് എല്ലായിടത്തു നിന്നും ഈ തിരിച്ചടികൾ നേരിടുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ തരൂരിന്റെ വീഡിയോ നെറ്റില്, ഇന്ത്യയിലല്ല, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് വളരെ വൈറലായിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റു ചില ഡെവലപ്മെന്റ്സ് കൂടാതെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ഇസ്രായേലുമായിട്ടും ഇപ്പം പുത്തിൻ്റെ അടുത്തൊക്കെ അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയിട്ടും ഈ വെടിനിർത്തലിലും
ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആരും ട്രംപിന്റെ വാക്കുകൾ ആരും വിലക്കെടുക്കാത്തതിന്റെ ഒരു വല്ലാത്ത വിഷമത്തിൽ തന്നെ ആയിരിക്കും അദ്ദേഹം. അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കാളരാത്രിയായിരുന്നു. വല്ലാത്ത രീതിയിലുള്ള വിഭ്രാന്തികൾ അടുത്തിടെയായിട്ട് പിടികൂടുന്നതായിട്ട് നമുക്ക് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മൂലമുള്ള പല പ്രശ്നങ്ങൾ പല ലോകരാജ്യങ്ങളും അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലുമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഇടർച്ച, തുടർന്ന് സൗദി അറേബ്യയിൽ ടൂറൊക്കെ നടത്തുന്നു. അതെ, ശരിയാണ്. ഈ ഇസ്രായേൽ പിന്നെ ഗാസയിലെ യുദ്ധം, ഹമാസ് ഇസ്രായേൽ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന ഉറപ്പിലാണ് ട്രംപ് മധ്യപൂർവേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ, സൗദി, കുവൈത്ത്, പിന്നെ UAE, അതുപോലെ ഖത്തർ, ഈ 3 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത്. പക്ഷേ അവിടെ വെടിനിർത്തലൊന്നും ഉണ്ടായില്ല. ശരിക്കും ട്രംപിന്റെ വാക്കുകൾ ബെഞ്ചമിൻ നെതന്യാഹു പുല്ലുവിലയാണ് കൊടുത്തത് എന്ന് പച്ച മലയാളത്തിൽ പറയേണ്ടത്. അയാളിത് മൈൻഡ് ചെയ്യുന്നുമില്ല, അതിനെക്കുറിച്ച് കേട്ട ഭാവമില്ല, അതിൽ പ്രതികരിക്കുന്നുമില്ല. ശരിക്കും ഒരാളെ എതിർക്കുമ്പോൾ അതിൽ കുറച്ചൊരു മാന്യതയുണ്ട്. ഇപ്പം നമ്മുടെ ഒരു പരിചയക്കാരനെ കാണുമ്പോൾ അദ്ദേഹത്തിനെ കൈവീശി കാണിക്കുന്നു, അദ്ദേഹം പോടാ എന്ന് പറഞ്ഞാലും അതിനകത്തൊരു മാന്യതയുണ്ട്. പക്ഷെ നമ്മൾ കൈവീശി കാണിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് മൈൻഡ് ചെയ്യാൻ നടന്നു പോകുന്നു, അങ്ങനെ പലവട്ടം നടന്നു പോയാൽ അതിൽ പരം അപമാനം നമുക്ക് മറ്റൊന്നുമില്ല. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ട്രംപിന് നേരെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ട്രംപ് സാധാരണ ഗൾഫിൽ സന്ദർശനം നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് ഇസ്രായേൽ പോകുന്ന പോക്കില് തിരിച്ചു പോകുമ്പോൾ ഇസ്രായേൽ സന്ദർശിക്കും. ഈ കഴിഞ്ഞ തവണ ട്രംപ് അത് ചെയ്തില്ല. പക്ഷെ നെതന്യാഹു അതിനൊന്നും ഒട്ടും വില കൊടുത്തിട്ടില്ല. അത് ഒരു ഭാഗത്ത്. ഇനി മറുഭാഗത്ത് വ്ളാഡിമിർ പുടിനോടും അദ്ദേഹം ഇതുപോലെ വ്ളാഡിമിർ പുടിൻ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുമെന്നും, അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധം ഇതോടെ അവസാനിപ്പിച്ചു എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വലിയ രീതിയിൽ ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് പുടിൻ ട്രംപിന് മറുപടി കൊടുത്തത്. ഈ പറയുന്ന പോലെ ട്രംപ് പറയുന്ന അഭിപ്രായങ്ങൾക്ക് ആരും തിരിച്ചു മറുപടി കൊടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പുടിനും മറുപടി പറഞ്ഞിട്ടില്ല. എന്തിനാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ട്രംപിന്റെ അഭിപ്രായത്തിന് മറുപടി പറയുന്നില്ല. ലോകം ഇന്ന് അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ട്രംപിനെ പോലെയുള്ള US പ്രസിഡന്റ് അദ്ദേഹം അത് ആലോചിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഒരു ലോകത്തിലെ ഏറ്റവും പ്രഥമ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നതിനോട് പ്രതികരിക്കാൻ ലോകത്തിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളൊന്നും തയ്യാറാകുന്നില്ല. ഈ മറ്റൊരു വസ്തുത നമുക്ക് പറഞ്ഞാൽ, ട്രംപ് ആദ്യം വലിയ ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. ചൈനയുടെ മേൽ ഏതാണ്ട് പല തവണയായിട്ട് 2-3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 250% വരെ കൂട്ടി. എന്നിട്ട് വീണ്ടും ചൈനയുമായിട്ട് ഇതാണ്ട് ഒത്തുതീർപ്പെത്തിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയന് നേരെ 50% താരിഫ് വരുന്നു എന്ന് പറയുന്നു. അതും തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ഇയാൾ ഒന്നുകിൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുക, അതല്ലെങ്കിൽ അത് വേണ്ടെന്ന്. ഇത് പലപ്പോഴും ഇദ്ദേഹം ഒരു കാര്യം പറയും, വേറൊരു കാര്യം പ്രവർത്തിക്കും, മൂന്നാമതൊരു കാര്യം പുള്ളി ചിന്തിക്കും. ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ട്രംപ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പരിഹാസപാത്രമായിരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ നിന്ന സമയത്ത് ഈ ലോകമെമ്പാടുമുള്ള വലതുപക്ഷ റൈറ്റ് വിങ്ങേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ റൈറ്റ് വിങ്ങേഴ്സ് ആരും തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. ചൈന പോലുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ വിലക്കെടുക്കുന്നില്ല. ഈ ഇറാനുമായിട്ട് ആദ്യം പറഞ്ഞു, ഇറാൻ ആണവ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും, ബോംബിടും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇപ്പൊ അതൊന്നും പറയുന്നില്ല. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് എടുക്കുന്നില്ല. ഏറ്റവും ഒടുവില് ആപ്പിൾ CEO ആയ ടിം കുക്ക് പോലും ഏറ്റവും ഒടുവിൽ, ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചാണ്, അദ്ദേഹം തള്ളികളഞ്ഞു. അതായത് അമേരിക്കയിൽ ഉണ്ടാക്കണമെന്ന്. ഇപ്പം ട്രംപ് പറയുന്നത് അനുസരിച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുവരണം പറഞ്ഞതല്ലേ? അല്ല, അത് മാത്രമല്ല, ആപ്പിൾ ഫോണുകളുടെ വില ടിം കുക്ക് പറഞ്ഞു 91% വർദ്ധിക്കും. അതായത് ഏതാണ്ട് ഇരട്ടിയാകും. അപ്പൊ ട്രംപ് അമേരിക്കയിലെ കോർപ്പറേറ്റുകളോട് പറയുന്നത്, ഈ ഇറക്കുമതി ചുങ്കം നിമിത്തം ഉണ്ടാകുന്ന വില വർധനവ്, അതിന്റെ ദുരിതം ഏറ്റെടുക്കാൻ കോർപ്പറേറ്റ് മേഖല തയ്യാറാവണം, വില വർധന ഉണ്ടാക്കരുത്. പക്ഷെ ഏതെങ്കിലും കോർപ്പറേറ്റുകൾ അങ്ങനെ ചെയ്തത് ലോക ചരിത്രത്തിൽ
അപ്പോൾ സർക്കാരിന്റെ നികുതി വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നങ്ങളുടെ നികുതിയും വിലയും വർദ്ധിക്കും. ഇത് അല്ലാതെ തങ്ങളുടെ ലാഭത്തിൽ നിന്നും അത് കൊടുത്ത് ആ ലാഭം കുറച്ചുകൊണ്ട് പിന്നെ ഈ പറയുന്ന നികുതിയുടെ ദോഷവശങ്ങൾ ജനങ്ങളിലേക്ക് എത്താതെ കമ്പനികൾ ശ്രദ്ധിക്കണം. കമ്പനികളൊന്നും അതിനൊന്നും തയ്യാറല്ല. പരസ്യമായിട്ട് ടിം കുക്ക് പിന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഈ ട്രംപിനെ എതിർക്കാത്ത ആരാണുള്ളതെന്നാണ് ഞാനിപ്പം ആലോചിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ നമ്മുടെ ഇലോൺ മസ്ക്. അപ്പൊ ഇലോൺ മസ്ക് പറയുന്നത് പിന്നെ ട്രംപിന്റെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പാസ്സാക്കിയ കുറച്ച് എക്സ്പെൻഡിച്ചർ ബില്ലുകൾ, ആ എക്സ്പെൻഡിച്ചർ ബില്ലുകൾ ആ രീതിയിൽ എക്സ്പെൻഡിച്ചർ കുറച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ഒരു കാര്യവും നടക്കില്ല എന്നുള്ളൂ. നമ്മൾ ഈ ഒരു വിഷയം നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. അതായത് അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമേരിക്കയുടെ കടമെന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ GDP-യുടെ 98% വരും. 95-നും 98-നും ഇടയ്ക്കാണ്. അത് 2035 ആകുമ്പോൾ അമേരിക്കയുടെ GDP-യുടെ 135% പോകും. ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ ഈ പരിഭ്രാന്തനാക്കുന്ന ഇതൊക്കെയാണ്. ഈ ട്രംപ് അല്ല ആര് വിചാരിച്ചാലും ഇതിപ്പം തൽക്കാലം ഈ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്കയുടെ പിന്നെ സാമ്പത്തിക സ്ഥിതി വർഷങ്ങളായിട്ടുള്ള ദുർച്ചെലവുകളും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാൽ അത് പിന്നെ ഇനി കരകയറാൻ പറ്റാത്ത രീതിയിലായിരിക്കാം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇപ്പോ ഞാൻ ഈ ശനിദശ എന്ന് പറയുന്നത് അതൊരു കേതു ദശയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കേതുവിന് ഹേതു വേണ്ടെന്ന്. കാരണമൊന്നും വേണ്ട, എങ്ങനെ വേണം എപ്പോ വേണമെങ്കിലും താഴെ വീഴാം. അതിലേക്ക് വളരെ പതുക്കെ ട്രംപ് നടന്നെടുക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് ട്രംപിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഒടുവിലത്തെ ഒരു സ്ഥിതിഗതികൾ എനിക്ക് പറയാം. US കോർട്ട് കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ അദ്ദേഹം ഇടപെട്ടു എന്ന അവകാശവാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിന് കൂടിയുള്ളൊരു തിരിച്ചടി തന്നെയല്ലേ? കാരണം നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ BJP സർക്കാരിനെയൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാഴ്ത്താൻ വേണ്ടിയിട്ട് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു. അതിപ്പം US-ൽ നിന്ന് പോലും അതിന് തിരിച്ചടികൾ ലഭിക്കുമ്പം ആ തിരിച്ചടി കോൺഗ്രസ് കൂടി എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം പിന്നെ ട്രംപ് അദ്ദേഹം ഗത്യന്തരമില്ലാതെ അദ്ദേഹം എന്തെങ്കിലും തനിക്ക് പ്രസക്തി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ സമാധാനം പിന്നെ താനാണ് അതിന്റെ കാരണക്കാരനായത് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു അതിൽ അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ല. അദ്ദേഹം ഈ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഹാഫ് ഹാർട്ടഡ് അറ്റംപ്റ്റ് ആണ് അദ്ദേഹം നടത്തിയത്. പകുതി മനസ്സോടെയുള്ള ഒരു ഇതാണ്. പിന്നെ അത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം അത് നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വിജയിക്കുകയാണെങ്കിൽ തനിക്ക് ആ ക്രെഡിറ്റ് കിട്ടും. ഇല്ലെങ്കിൽ എന്തായാലും നരേന്ദ്രമോദി അതിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. പരമാവധി ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി വരെ മാത്രമേ അതിനെ പിന്നെ തള്ളിക്കളയുള്ളൂ. കാരണം ട്രംപിനെ പോലൊരു വ്യക്തിയെ വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാനായിട്ട് അദ്ദേഹം കള്ളം പറഞ്ഞാൽ പോലും വേറൊരു രാഷ്ട്രത്തലവന്മാരാരും തയ്യാറാവത്തില്ല. അപ്പോ ആ ഒരു ആശ്വാസമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതാണ് അദ്ദേഹത്തിന് ധൈര്യം പകർന്നത് എനിക്ക്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രാഹുൽ ഗാന്ധി പിന്നെ പ്രതീക്ഷിക്കുന്ന പോലല്ല അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ദൗർഭാഗ്യവശാൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായ ബോധമുള്ള തൻ്റെ പാർട്ടിയിലെ സഹപ്രവർത്തകർ ശശി തരൂരിനെയോ അല്ലെങ്കിൽ പിന്നെ ആനന്ദ് ശർമ്മയോ അതുപോലൊക്കെയുള്ള പിന്നെ പരിണതപ്രജ്ഞ സൽമാൻ ഖുർഷിദിനെ പോലൊക്കെയുള്ള പരിണതപ്രജ്ഞരായ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരണങ്ങൾ നടത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അതാണ് രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നത്. അദ്ദേഹം എല്ലാ കാര്യത്തിലും എതിർക്കും, എന്ത് പറഞ്ഞാലും എതിർക്കും. അങ്ങനത്തെ ഒരു നിലപാടാണ്. പണ്ട് ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ, പണ്ട് പിന്നെ ഡെന്നിസ് എന്ന് പറഞ്ഞ ഒരാള് കന്യാകുമാരി ജില്ലയിൽ നിന്ന് MP ആയി, കോൺഗ്രസിന്റെ MP ആയിരുന്നു. 8 തവണ അദ്ദേഹം തുടർച്ചയായിട്ട് ജയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഡെന്നിസ് പാർലമെന്റിൽ പോയിരുന്ന് ഉറങ്ങുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞാലും ഡെന്നിസ് എഴുന്നേറ്റ് അത് കന്യാകുമാരിക്കും വേണം എന്ന് പറയും. അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതികരണം. അതുപോലെയാണ് ഏതാണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാതെ അദ്ദേഹം എല്ലാത്തിനകത്തിലും അദ്ദേഹം കൈവെക്കുന്നു. ഇവിടെ ഡെന്നിസ് തനിക്കും വേണമെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി മോഡിയെ തെറി വിളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണത്. കാരണം ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ്
ഔചിത്യമില്ലാതെ പെരുമാറുന്ന ഒരു രാഷ്ട്രത്തിന് തന്നെ അത് അപകടകരമാണ്. കാരണം പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. പ്രധാനമന്ത്രിയോ മന്ത്രിസഭയോ തെറ്റുവരുത്തിയാൽ അത് കൃത്യമായി പഠിച്ച് വ്യക്തമായിട്ട് അത് തുറന്നു കാണിക്കേണ്ട വ്യക്തിയാണ്. ദൗർഭാഗ്യവശാൽ തന്റെ ആ ഒരു റോള് നിർവഹിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെ അദ്ദേഹം ഇന്ത്യയുടെ ഒരു നയതന്ത്ര ടീമിന്റെ അധ്യക്ഷനായി വിദേശത്ത് പോയതിനെ അദ്ദേഹം പല രീതിയിൽ പുറത്തു നിന്നുകൊണ്ട് കുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് ആയിട്ടെടുത്ത് ഇങ്ങനെ ഒരു വലിയ ദൗത്യം നടത്താൻ BJP-യിൽ ആളില്ല, അതിൽ കോൺഗ്രസിന് മാത്രമേ അതിന് ശേഷിയുള്ള ആൾക്കാരുള്ളൂ എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തേണ്ടതിന് പകരം ശശി തരൂരിനെ ആക്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ശശി തരൂർ ആരും ആയിക്കോട്ടെ, കോൺഗ്രസ് MP അല്ലേ. രാഹുൽ ഗാന്ധി അതിൽ അഭിമാനം കൊള്ളുകയും ഒരു കോൺഗ്രസ്സുകാരന് മാത്രമാണ് രാഷ്ട്രത്തിന്റെ ന്യായങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ബൗദ്ധിക ശേഷിയും അതുപോലെ ആർട്ടിക്കുലേഷൻ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കമാൻഡും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ മോഡിക്ക് അതിന് മറുപടി ഇല്ലാതായി. പക്ഷെ രാഹുലിന്റെ ബുദ്ധി അത്തരത്തിലല്ല പോകുന്നത്. രാഹുലിന്റെ ബുദ്ധി പോകുന്നത് ഇയാളെ എന്നേക്കാൾ മിടുക്കനാവുമോ, എന്നാൽ അവൻ വേണ്ട. ഇതാണ്, അതായത് കുടുംബമാണ് വലുത്, പുള്ളി കുടുംബത്തിന്റെ രാഷ്ട്രീയമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത. ട്രംപിന് എന്തായാലും ശനി തന്നെ പിടികൂടിയിരിക്കുകയാണ്. ട്രംപിനെ ലോകരാജാവാണ് താൻ എന്ന് പറയുന്ന ഖ്യാതിയിൽ നിന്ന് ട്രംപ് പതിയെ താഴത്തേക്ക് പതിക്കുകയാണോ എന്നാണ് പല റിപ്പോർട്ടുകളിലൂടെയും നമ്മൾ സംശയിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ചർച്ചകളിൽ പങ്കെടുത്തതിന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.